ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫു, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം. അപ്പൊ ഏറ്റവും അഫ്ളൽ എന്താണ്? മിണ്ടാതെ പോകലാണ്. ഏറ്റവും അഫ്ളൽ മിണ്ടാതെ പോകലാണ്. ആര് ചെയ്തു? മാ കാന അലൈഹി സലഫു, സലഫുകൾ ചെയ്തത്, സ്വഹാബിമാർ ചെയ്തത്, താബിഈകൾ ചെയ്തത്. ഏതുപോലെ? പത്തപ്പിയത്തിന്റെ വാശി പറഞ്ഞാല് തേക്കും കുട്ടി കെട്ടുകൊണ്ടുള്ള പോലെ തന്നെ പോലും പോയത്. അവരങ്ങനെയാ പോയത്. അതുകൊണ്ടാ വഹാബികൾ അങ്ങനെ പോണത്. മയ്യത്ത് കക്കണ പടി വഹാബിയാക്കല്ല, കാരം ദൂരാക്കാൻ തെളിയിച്ച് പതാ കക്കണ ഏർപ്പാട് പോയിക്ക വില പറഞ്ഞു നോക്കുക, കിട്ടിയെങ്കിൽ കെട്ടുകൊണ്ടുക. അപ്പൊ നമ്മക്കെല്ലാം ആവശ്യമില്ല, മിണ്ടാതെ കൊണ്ട് ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് മിണ്ടാതെ പോകുന്നു? സലഫുകൾ പോയത് അങ്ങനെയാണ്, സ്വഹാബത്ത് അങ്ങനെയാണ്, താബിഈകൾ അങ്ങനെയാണ്. മയ്യത്തിനെ കൂടെ മിണ്ടാതെ പോകും. അതാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് അങ്ങനത്തെ ശൈലി ഇല്ലാന്നാ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ആ ശൈലി സ്വീകരിക്കുന്നവനുണ്ട്. ആ ഉള്ളവൻ ആക്ഷേപിക്കാൻ മറ്റവന് പശുവത്തെ പോലെയാണ്, കോഴിയത്തെ പോലെയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്നിട്ട് ഈ സലഫിന്റെ പാത, സ്വഹാബത്തിന്റെ, താബിഈകളുടെ, താബിഈകളുടെ അടക്കമുള്ള സലഫുകളുടെ മുൻഗാമികളുടെ ഈ പാത സ്വീകരിച്ച വഹാബികള് ഒരു പുത്തൻവാദിയാണ്. അതൊക്കെ ഒഴിവാക്കി പുത്തൻവാദം കൊണ്ടുവന്ന ആളുകള് കാസിമേലോ മയ്യത്തിനെ കൂടെ പോകുമ്പോ ചിരിച്ചുകൊണ്ട് പോകാം. മൂലമല പറ്റിയത്, മൂലമല പറ്റിയ അന്നജ് മരിച്ചു, നാളെ ഞാരാ, അതാണ് ചിരിച്ചു കൊണ്ടുപോകുക. അതല്ലേ അർത്ഥം? എന്നിട്ട് ഓരോ സ്വഹാബികളെ സ്നേഹിക്കുന്നവര്, ഓരോ ബദരീകളെ സ്നേഹിക്കുന്നവര്, ഓരോ മുൻഗാമികളെ പാത സ്വീകരിക്കുന്നവര് നമ്മളൊക്കെ പുത്തൻവാദികള്. എന്താ കാരണം? സലഫുകൾ പോയപ്പോൾ നമ്മൾ പോയി, അതുകൊണ്ട് നമുക്കൊരു സ്നേഹമില്ല. സലഫുകൾ ചെയ്യുന്നതിന് വിരുദ്ധമായി ഇവർ ചെയ്തു, അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ട്? ഒരു സ്നേഹമുണ്ട്. ഇതല്ലേ വെച്ച് തീർക്കണത്? പറയുന്നുണ്ട് വഹാബികളുടെ ശൈലി സ്വഹാബികളുടേതല്ല, വഹാബികളുടെ രീതി മുൻഗാമികളുടേതല്ല. പിന്നെ സുന്നിയാളുടെയാണ്, ഏപ്പിക്കാരുതാണെന്ത് മുൻഗാമിയാളെ വഴി. ഒന്ന് നമുക്ക് തെളിഞ്ഞല്ലോ. കാസിമിന്റെ വർത്തമാനവും അതേപോലെ പത്തപ്പിയത്തിന്റെ വിശദീകരണങ്ങളും കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലായി ആ വിഷയത്തിൽ ആർക്കാ മുൻഗാമികളെ പാടുള്ളത്. മുസ്ലിം പറയട്ടെ, പത്തപ്പിയ മുസ്ലിം പറയട്ടെ, അവരുടെ മാതൃക സ്വഹാബിമാരും താബിഈകളുമാണ് എന്ന അവരുടെ ന്യായം പറയട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി പിന്നെ കാണിച്ചു തരാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നതും പിൻപറ്റുന്നതും ബ്രിട്ടീഷുകാരെയാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെയല്ല. നിങ്ങൾ പിൻപറ്റുന്നത് ബ്രിട്ടീഷുകാരെയാണ്. ബ്രിട്ടീഷുകാരെ ഇലനക്കികളും ചിറുനക്കികളുമായി കഴിഞ്ഞ മുൻകാലത്തെ മൗലവിമാർ, KM മൗലവി, വക്കം മൗലവി, അങ്ങനെ തുടങ്ങി TK മൗലവി, ആ മൗലവിമാരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളോ ബഹുമാന സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഫാറൂഖ്, അലി ബിൻ അബി ത്വാലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും വറഫഅനാ ബിഹിം ആമീൻ, ഇതുപോലുള്ള മഹാന്മാരെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വല്ല സമ്മേളനം നടക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കൽ എങ്ങനെ? നമ്മളെ നേതാക്കന്മാരെ പേരാ എങ്ങനെ വിളിക്കല്? ഖൂലൂ തക്ബീർ അല്ലാഹു അക്ബർ, ഹമാരാ തക്ബീർ അല്ലാഹു അക്ബർ. പിന്നെ നമ്മൾ വിളിക്കുന്നത് ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹുദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിപുലി ഹംസത്ത് ഉസ്മാനും സിദ്ദീഖ് ഉമറുൽ ഫാറൂഖും കൊളുത്തി തന്നൊരു ദീപശിഖ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മളെ മുദ്രാവാക്യതാ. എന്താ പറഞ്ഞത്? അപ്പൊ ഓരാണ് സലഫിനെ പിൻപറ്റുന്നവർ, ഓരാ സ്വഹാബത്തിനെ പിൻപറ്റുന്ന. തെളിവെന്താണ്? നമ്മൾ സമ്മേളനത്തിന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സമ്മേളനം നടത്തുമ്പോ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബദരീങ്ങളുടെ പേരില്, ഉഹദീങ്ങളുടെ പേരില്, സ്വഹാബികളുടെ പേരില്. അതുകൊണ്ട് ഞങ്ങളാണെന്ത്? ഓരെ പിൻപറ്റുന്നവര്. വഹാബിയാള് ഓരെ പിൻപറ്റുന്നില്ല. അല്ല, കർമ്മം കൊണ്ടല്ല, ചെയ്തി കൊണ്ടല്ല. മുദ്രാവാക്യം വിളിക്കുമ്പോ ഓലൊക്കെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കലുണ്ട്. അവർ ഞങ്ങളാണ് ഓലെ പിൻപറ്റുന്നവർ. എന്നാല് അതും മാറ്റി ഇപ്പൊ മുദ്രാവാക്യത്തിന് പോലും ഓലെ പേര് പറഞ്ഞില്ല, മുദ്രാവാക്യങ്ങളിൽ പോലും ഓലെ പേരില്ല. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തില് ഈ വക മുൻഗാമികള്, ഈ വക ബദരീങ്ങളും മുഹദീങ്ങളും അടക്കമുള്ള ഈ വക മുൻഗാമികള് അവരെ പേര് പറയാൻ പോലും ധാർമ്മികമായ അവകാശമില്ലാത്തവരായി ഇവര് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ താല്പര്യം ദീനല്ല, പരലോക രക്ഷയല്ല.
ബദരീങ്ങളെ പേരിലും ഉഹദീങ്ങളെ പേരിലും മുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിൽ അവിടെയും താല്പര്യം ബദരീങ്ങളോടും ഉഹദീങ്ങളോടുമുള്ള സ്നേഹമല്ല, ബഹുമാനമല്ല, ആദരവല്ല. നേരെ മറിച്ച് അതിന്റെ പേരിലും അവർക്ക് നേടാൻ ഒരുപാട് നേട്ടങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ, അതാണ് പ്രചോദനം. അല്ലാതെ ബദരീങ്ങൾ ഓലിക്കുന്നത് ബദരീങ്ങൾ പറഞ്ഞിട്ട് ഖുർആന് വലിച്ചു ചെയ്യുന്നിട്ട് ഓട്ടടിച്ച മനുഷ്യന്മാര് ഓലിക്ക് എന്താ ബദരീങ്ങള്, അവർക്കെന്താ ഉഹദീങ്ങള്, അവർക്കെന്താ അബൂബക്കർ സിദ്ദീഖ്, അവർക്കെന്താ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ കണ്ടങ്ങൾ അടുത്ത കാലത്ത് ഒരു ചവറുണ്ട്, റിസാല എന്നാ പേര്. ആ റിസാലിന്റെ പരസ്യം പോസ്റ്റർ കാണാൻ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എന്താ അതിന്റെ പരസ്യത്തെ കൊടുത്തത്? ആ റിസാലിന്റെ പരസ്യം കൊടുത്തത് കണ്ടങ്ങള്. റിസാലിന്റെ മഹത്വം എന്താ? രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധം. രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധം. ഏത്? ഈ സാധനം. റിസാല എന്നുള്ള സാധനം രക്തസാക്ഷികളെ ശുഹദാക്കന്മാരുടെ രക്തത്തേക്കാൾ വിശുദ്ധമാണ്. ശുഹദാക്കന്മാർ രക്തത്തിന്റെ പോലീസ് എത്ര ഹദീസിൽ വന്നത്? യുഗ്ഫറു ലഹു ഫീ അവ്വലി ഖത്റത്തി ദമിഹി എന്നാണ്. ആദ്യത്തുള്ളി രക്തം ഭൂമിയിലേക്ക് തട്ടുന്നതോടുകൂടി ഷഹീദിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ആദ്യത്തുള്ളി രക്തം ഭൂമിയിൽ തട്ടുമ്പോൾ ഷഹീദിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. 7 നേട്ടമാ ഷഹീദിന്. ഷഹീദ് സബ്ഉ ഖിസാൽ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. 7 നേട്ടങ്ങൾ ഷഹീദിന്. അതിൽ ഒന്നാമത്തെ തുള്ളി രക്തത്തോടു കൂടി പാപങ്ങൾ പൊറുക്കപ്പെടും. കുളിപ്പിക്കാൻ പോലും പാടില്ല, കുളിപ്പിക്കാൻ പോലും പാടില്ല. എന്തുകൊണ്ട്? ആ രക്തത്തോടു കൂടി, കസ്തൂരിയുടെ വാസനയുള്ള ആ രക്തത്തോടു കൂടി പരലോകത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അവിടെ വരുമ്പോ രക്തത്തിന് സുഗന്ധമുണ്ടാവും. കസ്തൂരിയുടെ സുഗന്ധം പരലോകത്ത് വരുമ്പോ അവിടെ കുളിപ്പിക്കാൻ പാടില്ല. ആ രക്തത്തേക്കാൾ വിശുദ്ധമാണ് ഏത്? റിസാല എന്ന് പറഞ്ഞ ഈ സാധനം. ഇവിടെ നാല് കാലന്തൂരികൾ കൂടി എഴുതിണ്ടാക്കി അച്ചടിച്ചപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ശ്രോതാക്കന്മാരുടെ രക്തത്തിനേക്കാളും പോലീസ് ചെയ്യണം. ഇതെങ്ങാനും ഒരു വിചിന്തനത്തിനെ പറ്റിയോ അൽമാനെ പറ്റിയോ എഴുതി വെക്കട്ടെ. നാടോ ഒന്നാകെ കുട്ടിച്ചോറാക്കൂലേ? ശ്രോതാക്കന്മാരെ തള്ളി ഓലെ കളിയാക്കി എന്നിട്ട്. അപ്പൊ ഇവർക്ക് ശ്രോതാക്കന്മാരും സ്നേഹമില്ല, അവരോടും താല്പര്യമില്ല, ഖുർആനും ബഹുമാനമില്ല, ഹദീസും ബഹുമാനമില്ല, ഇസ്ലാമിനോടും മതിപ്പില്ല. നേരെ മറിച്ച് അതൊക്കെ അവർക്കൊരു വരുമാന മാർഗമാണ്. അതൊക്കെ അവർക്ക് അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക്, നേട്ടങ്ങൾക്കുള്ള വഴിയായി അവർ ഉപയോഗിക്കുന്നുവെന്നല്ലാതെ ഓർക്കുന്നൊന്നും സ്നേഹം ഉണ്ടായിട്ടില്ല. ഇനി വേണി മുസ്ലിം പറഞ്ഞോട്ടെ, ബദറും ബദരീങ്ങളൊക്കെ പോലീസ, എന്തിനാ അവരൊക്കെ ഇവിടെ ത്യാഗം ചെയ്തത്, എന്തിനാ പോരാടിയത്? മുസ്ലിയാക്കന്മാർ പറയും ശ്രദ്ധിക്കാൻ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിൻ എന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അപ്പൊ കണ്ടങ്ങള് ഈ സ്വഹാബികളൊക്കെ ഇറങ്ങാറാക്കി എന്തിനാ? അവർക്ക് പാട്ടാടാനാണ്. ഇവർക്ക് പാട്ടാടാൻ, ഗാനമേള നടത്താൻ, പണം പിടുങ്ങാൻ, പോക്കറ്റടിക്കാൻ, അതിനാണ് അല്ല സഹാബികളൊക്കെ ഇറങ്ങാറാക്കിയത്. അബൂജാലിനെ കൊല്ല അതിന്റെ ആവശ്യം അല്ലാക്കില്ല. ഇവർക്ക് പാട്ടുണ്ടാകണമെങ്കിലോ ഇവരൊക്കെ ഇറങ്ങാറാവണം. മോലയമാർക്ക് പാട്ട് പാടണമെങ്കിൽ, ഗാനമേള നടത്തണമെങ്കിൽ ഈ സ്വഹാബികളൊക്കെ ബുദ്ധിമുട്ടണം. അബൂജാലിനെ കൊല്ലാനോ അതിനൊന്നും ആവശ്യമില്ല. അപ്പൊ അതിനു വേണ്ടിയാണ്, അല്ലാതെ ഓരോ ഇസ്ലാമിന് വേണ്ടിയോ ആ നിൽക്കത്തെയല്ല. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സിലായി അലിപുലി തുസ്മാനും അബൂബക്കർ ഉമർ ഫാറൂഖും എന്ന് പാടുന്നത് എന്തുകൊണ്ടാ മനസ്സിലായില്ലേ? കാരണം ഓലെ കൊണ്ടൊക്കെ അവ ജീവിച്ചു പോണത്. ഓലൊക്കെ പേര് പാട്ടുണ്ടാക്കിയിട്ടാണ്, ഓരോ പേര് മാലിയും കീരയും ഉണ്ടാക്കിയിട്ടാണ് ജീവിച്ചു പോണത്. അല്ലാത്ത സ്നേഹമൊന്നുമില്ല. അപ്പൊ ഈ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഓരോ പേരും പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് സ്നേഹമാകൂല. ഓനെ വിറ്റ് പണമുണ്ടാക്കുന്നു, അത് സ്നേഹമല്ല. ഒരാൾ ഉമ്മാനെ കൊണ്ട് വിറ്റു അങ്ങാടി 10 ലക്ഷം റുപ്യക്ക്. ഏതെങ്കിലും കാലം തോന്നി പറയോ ഓന് എന്താ സ്നേഹം മാനോട് 10 ലക്ഷം റുപ്യക്കല്ല വിറ്റത്? ആരെങ്കിലും പറയോ? ബദരീങ്ങളെ പേര് പറഞ്ഞ് പണം മുടങ്ങിയിട്ട് അവരെ ഖബറ് പോലും ഇല്ലാത്ത ജാറത്തിന്റെ ഫോട്ടോയുണ്ടാക്കി അത് പ്രചരിപ്പിച്ച് പണമുണ്ടാക്കിയിട്ട് അവര് പറയാം ഞങ്ങളാ ബദരീങ്ങൾ ആൾക്കാര്.
ഞങ്ങൾക്ക് അവരുടെ സ്നേഹമുള്ളവര്, ഞങ്ങളാ ഓല പേര് മുദ്രാവാക്യം വിളിക്കുന്നവര് എന്ന ഈ വക അവകാശവാദങ്ങളെ പറ്റി പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ ഇതൊന്നുമല്ല. അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ വഹാബികളെ പേരെന്ന് പറയാൻ പറ്റൂല. അപ്പൊ സൂചിപ്പിച്ച പോലെ സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇവരൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത്. ഏതായാലും ഇപ്പൊ മുദ്രാവാക്യത്തിന്റെ കാര്യത്തിലും ഇപ്പൊ എന്തില്ല, അലിയും പുലിയും ഹൈദറൊന്നുമില്ല. ഇപ്പൊ അവിടുന്ന് മാറിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് മുദ്രാവാക്യം എന്താ നിങ്ങൾ കേട്ടോളി. ഇരുമ്പ് തന്നാൽ തല്ലി തകർക്കും, ഇരുമ്പ് തന്നാൽ തല്ലി ചതക്കും, വിശുദ്ധരായ അധ്യാപകരെ, വിശുദ്ധരായ അധ്യാപകരെ തലസഭ്യമാക്കാൻ തെളിവായിരിക്കും, അസഭ്യമാക്കാൻ തെറി വീണിക്കും,